ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവർ ചാനൽ നെയിം ബിജീസ് കിച്ചൺ. ചൂര മീൻകറി എങ്ങനെ ഉണ്ടാക്കാം? ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചൂരമീൻ നന്നായി കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചൂരമീനാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പുളി ഒരു 8 ചോളയോളം വരും, കറിവേപ്പില ഒരു 4-5 തണ്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി ഇങ്ങനെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഈ എണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. ഇനി ഉലുവ ഇട്ട് കൊടുക്കുക. 1/2. എണ്ണ ഒഴിച്ച് കടുക് ഉലുവായി മൂത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂപ്പിക്കാം. ഈ ഇഞ്ചിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അല്പം കുറയ്ക്കാം. ഞാൻ ആ സമയം കൊണ്ട് താണ്ട ആ മുളക് പൊടിക്കകത്തൊരു സ്വല്പം വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ഈ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഇളക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ അധികം ഫാസ്റ്റിലാവല്ലേ, സ്ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ഈ കൂട്ട് നമുക്ക് ദാണ്ട് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ നികക്കെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ആ പുളി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ അല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എനിക്ക് കറിവേപ്പില കൂടുതൽ വേണം, വേണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് തിളയ്ക്കുന്നിടം വരെ, തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഉലുവാപ്പൊടി ഇടാം. തിളക്കട്ടെ ഇട്ടിരുന്നു. മീൻ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് പറ്റുന്നിടം വരെ അത് വേവട്ടെ. ഇപ്പോൾ മീൻകറി നല്ലതുപോലെ പറ്റി വന്ന് ഞാൻ അല്പം കൂടി കറിവേപ്പില ഇട്ട് അതിന് മുകളിൽ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തു. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് വേണ്ട വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.